ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ചോറ് വെച്ചിട്ടുള്ളൊരു നൂൽപുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമുക്ക് സാധാരണ എല്ലാവരുടെ വീട്ടിലും ചോറൊക്കെ ബാക്കിയാവില്ല, അപ്പോൾ അത് കളയേണ്ട ആവശ്യമോ അതുപോലെ തന്നെ തിളപ്പിച്ച് മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഇനിയും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ആക്കാനുള്ള മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചോറ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. 5 കപ്പ് ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ബാച്ചായിട്ട് 3 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കത് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാ അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് അരച്ചെടുത്തത്. വെള്ളം തീരെ ഇല്ലഞ്ഞിട്ട് എനിക്ക് അരച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്തതാണ്. നിങ്ങൾക്കും അതേപോലെ അരഞ്ഞ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി രണ്ടാമതായിട്ട് 2 കപ്പ് കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ 2 ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്താണ്. അപ്പോൾ ടോട്ടൽ 5 കപ്പ് ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുഴച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല, വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങുമല്ലോ അരിപ്പൊടി, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അരിപ്പൊടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഓരോ കപ്പ് വീതം നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറിൻ്റെ വേവിനും അതുപോലെ തന്നെ അതിലെ വെള്ളത്തിൻ്റെ അംശത്തിനുമൊക്കെ അനുസരിച്ച് ഈ അരിപ്പൊടിയുടെ അളവിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 3ാമത്തെ കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 കപ്പ് ചോറിലേക്ക് ഞാനിപ്പോൾ ഒരു 3.5 കപ്പ് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പോൾ ഇതാ ലാസ്റ്റ് 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്ര പണിയുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ സാധാരണ ഞങ്ങൾക്കിപ്പോൾ അതിലേക്ക് 3 കപ്പൊക്കെ മതിയാകും. അപ്പോൾ 5 കപ്പ് ചോറിലേക്ക് ഞാനിപ്പോൾ എടുത്തത് 3.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സാധാരണ പൊടി വാട്ടിയിട്ട് കുഴച്ചെടുക്കുന്ന രൂപത്തിലൊന്നും കിട്ടില്ല കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ മാത്രമേ കിട്ടുള്ളൂ, ചോറാണല്ലോ. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുത്താൽ മതി. ഓവർ ടൈം ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അരിപ്പൊടിയും ചോറും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ ടൈം ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടല്ലോ നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിനായി കിട്ടിയാൽ മതിട്ട്. അപ്പോൾ കയ്യിൽ ഓവറായിട്ട് ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ കൈ കഴുകിയിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. നമുക്ക് അച്ചിലിട്ടിട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ആക്കിയെടുക്കുകയാണ് കേട്ടോ. നൂൽപുട്ടിൻ്റെ അച്ചിലിട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് പിഴിഞ്ഞിട്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ഓയിലാക്കി കൊടുക്കുക. സെൻറ്ററിലുള്ള അച്ചുണ്ടല്ലോ ഹോൾസുള്ള അതിലൊക്കെ ഓയിലാക്കി കൊടുക്കട്ടെ. അതിനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ നമുക്കതിലേക്ക് കുത്തി നിറച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് ഇട്ട് കൊടുത്താൽ മതി, ഓവർ നിറച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇത് അടച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് സാധാ നമുക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം പരുവത്തിൽ തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അച്ചിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ കണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് ആ രീതിയിലൊക്കെ ചെയ്തെടുക്കുക. ചിലർ വാഴയിലയിലൊക്കെ ആക്കിയെടുക്കുന്നവരുണ്ടല്ലോ, അതുപോലെയൊക്കെ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ഒക്കെ അടിയിലിട്ടിട്ടും ചെയ്തെടുക്കുന്നവരുമുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ തേങ്ങയൊന്നും വിട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തൊന്നും ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നൂൽപുട്ട് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്.
നമുക്ക് സാധാ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 3 ട്രൈ ആണ് കേട്ടോ എൻ്റെ പാത്രത്തിലുള്ളത്. അപ്പോൾ അതിൽ മൊത്തം ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ നൂൽപുട്ടാക്കിയത് ഓരോ പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കട്ടെ. കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ പച്ചയാണല്ലോ, നമ്മൾ ചുടുവെള്ളത്തിലൊന്നുമില്ലല്ലോ കുഴച്ചെടുത്തത്. അപ്പോൾ പച്ചയായിട്ടുള്ള പൊടി അത്യാവശ്യം വെന്തോട്ടെ, അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ്, ഓവർ വെക്കാൻ വേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി വന്നോട്ടെ. അപ്പോൾ അതാ 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയതാണ്. ഇനി നമുക്കിത് അതിൽ നിന്നും മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളാണ്. നമുക്കിപ്പോൾ തലേന്ന് രാത്രിയൊക്കെ ചോറൊക്കെ ബാക്കിയാവണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അതെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചോറ് വേസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. കണ്ടാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും കേട്ടോ. ഒട്ടിപ്പിടിക്കുക എന്ന കണ്ട ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് തന്നെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറിയ വലിപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ വലിപ്പത്തിനനുസരിച്ച് ഒക്കെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ചെറിയ ചെറിയ നൂൽപുട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നൂൽപുട്ട് വട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും ഒരിക്കലും നമുക്ക് അറിയാനും പറ്റില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. കറക്റ്റായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു നൂൽപുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ടക്കറി ഏത് കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.